എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ സിന്ധു കൃഷ്ണദാസ് ആണ്. ഒരു കസ്റ്റമർക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ അപ് ടു സിംഗിൾ ഒരു വിൻഡോയിൽ നിന്ന് രജിസ്ട്രേഷൻ വരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടീമിനെയാണ് നിങ്ങൾ നോക്കുന്നത്. ഓണൊക്കെയാണ് വരാൻ പോകുന്നത് അല്ലേ? ജസ്റ്റ് ഒരു മാസം മാത്രമേ ഉള്ളൂ ഓണത്തിന്. മിക്ക റെസിഡന്റ് കസ്റ്റമേഴ്സ് ആണെങ്കിലും NRI ക്ലയൻസ് ആണെങ്കിലും പ്രോപ്പർട്ടി വാങ്ങിക്കുക എന്നുള്ളൊരു ഡിസിഷനിൽ ഒക്കെ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു ടൈമാണ് ഈ ഓണത്തിന്റെ സമയത്ത് നോക്കാം എന്നുള്ളത്. ഈ ഓണത്തിന്റെ സമയത്ത് നോക്കുമ്പോൾ എല്ലാവരും ഇഷ്ടം പോലെ എൻക്വയറീസ് എല്ലായിടത്തുനിന്നും കിട്ടുന്നുണ്ടാവും. പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ടാവും, ബിൽഡേഴ്സ് നിന്ന് കിട്ടുന്നുണ്ടാവും, എല്ലായിടത്തുനിന്നും നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ടാവും. ആക്ച്വലി പക്ഷേ ഈ കസ്റ്റമർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നോക്കി വെക്കുന്ന എൻക്വയറീസ് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത് വരുന്നത് ലൊക്കേഷനാണ്, രണ്ടാമത് വരുന്നത് ബഡ്ജറ്റാണ്, മൂന്നാമത് വരുന്നത് അവരുടെ ഒരു പ്രിഫറൻസസ് ആണ്. അതായത് 2 BHK ആണോ, 3 BHK ആണോ, വില്ലയാണോ, അപ്പാർട്ട്മെന്റ് ആണോ, ഫ്ലാറ്റ് ആണോ എന്നുള്ളത്. നമുക്ക് എപ്പോഴും പ്രോപ്പർട്ടീസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരാളുടെ പോലെ ആവണമെന്നില്ല വേറൊരാളുടെ ലൊക്കേഷൻ ടേസ്റ്റ്. പ്രെമിസിസ് അനുസരിച്ച്, അതായത് നമ്മുടെ ഒരു നാടും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻസ് ഉള്ള ഒരു ആൾക്കാർ എവിടെയാണോ അവിടെയായിരിക്കും നമ്മളൊരു പ്രോപ്പർട്ടീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നോക്കാം. എപ്പോഴും നമ്മളൊരു പ്രോപ്പർട്ടീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ചെക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ക്ലയന്റ് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ചെക്ക് ചെയ്യേണ്ടത് ആളുടെ ഒരു മെജോറിറ്റി കസ്റ്റമേഴ്സ് ലോണിന് പോകുന്നുണ്ടാവില്ല, എന്നിരുന്നാലും ഒരു കുറച്ച് ശതമാനം ആൾക്കാർ ഹൗസിംഗ് ലോണിനെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ എപ്പോഴും ഒരു പ്രൊജക്ട് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അതായത് NRI ക്ലയൻസ് ഒക്കെ വെറുതെ ഒരു 10 ദിവസത്തെയോ 15 ദിവസത്തെയോ ലീവിനൊക്കെ ആയിരിക്കും നാട്ടിലേക്ക് വരുന്നത്. ഈ ഒരു സമയത്ത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കും. എന്താണെന്നുണ്ടെങ്കിൽ തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് എടുത്തും തിരിച്ച് ജോയിൻ ചെയ്യേണ്ട ഒരു ഡേറ്റും ഫിക്സ് ചെയ്തിട്ടായിരിക്കും മിക്കവരും നാട്ടിലേക്ക് എത്തുന്നത്. അപ്പൊ ആ ഒരു സമയത്തിനുള്ളിൽ പ്രോപ്പർട്ടി ഫൈൻഡ് ഔട്ട് ചെയ്താലും ഈ ഒരു പറയുന്ന കാര്യങ്ങളെല്ലാം ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പിന്നെ നെക്സ്റ്റ് ടൈമിലാണ് ഇത് നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു ഡിലേ ഒഴിവാക്കാനായി എന്തൊക്കെ കാര്യങ്ങൾ ഒരു കസ്റ്റമർ ചെക്ക് ചെയ്യണം, ഒരു പ്രോപ്പർട്ടി ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് മിനിമം നമ്മൾ നോക്കുന്ന ക്രൈറ്റീരിയാസ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഈ ഒരു ചാനലിൽ കൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഫ്ലാറ്റ്സ് വരുന്നുണ്ട്, വില്ലാസ് വരുന്നുണ്ട്, ഹൗസസ് വരുന്നുണ്ട്. നമ്മളിപ്പോ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് ഒരു ലോ ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ്സ് വരുന്നുണ്ട്, അതുപോലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിനായിട്ടുള്ള ഫ്ലാറ്റ്സ് വരുന്നുണ്ട്. അല്ല നിങ്ങൾ ഒരു യൂസിനാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഫ്ലാറ്റ്സും വരുന്നുണ്ട്. അല്ല റെന്റൽ പർപ്പസിനാണ് നമ്മളിത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള പ്ലാനിങ്സും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് അപ് ടു ബഡ്ജറ്റഡ് തൊട്ട് പ്രീമിയം വില്ലാസ് ഫ്ലാറ്റ്സ് വരെ നമ്മൾ നോക്കി കസ്റ്റമർക്ക് അതിന്റെ ഗൈഡൻസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൺസൾട്ടേഷൻ ആണ് വേണമെന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് പ്രോപ്പർട്ടി ഫൈനലൈസ് ചെയ്താലും ഈ ഒരു കൺസൾട്ടേഷൻ നിങ്ങൾക്ക് റിക്വയർമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ് ടു രജിസ്ട്രേഷൻ വരെ നമ്മുടെ സർവീസസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് സർവീസസും നമ്മുടെ അടുത്ത് നിന്ന് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.